ഇവിടെ ഒരു പെണ്ണ് ഗ്ലാസ്സിലുണ്ടായ സ്ക്രാച്ച് വിരൽ കൊണ്ട് ഒരതി നോക്കിയപ്പോൾ അവളുടെ നഖത്തിന്റെ അറ്റം ലൈറ്ററിന്റെ പോലെ തീ വന്നു. പുറത്തുനിന്ന് ഒരു സ്ത്രീ അത് കണ്ടപ്പോൾ അവൾ അത് വേഗം പോയി വെള്ളത്തിലിട്ട് അണച്ചു. അവളുടെ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ വന്നപ്പോൾ അവരുടെ ദേഹത്ത് ഇവൾ അറിയാതെ ചളിയായി. സോറി മാഡം, അറിയാതെ പറ്റിയതാണെന്ന് പറഞ്ഞ് അവൾ അത് കൈ കൊണ്ട് തട്ടിക്കൊടുത്തപ്പോൾ ആ സ്ത്രീയുടെ ഡ്രസ്സ് തീ പിടിച്ചു. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വെള്ളം അവരുടെ മേലേക്ക് ഒഴിച്ചു. ഒട്ടും വൈകാതെ ആ കടയുടെ ഓണർ അവളെ ജോലിയിൽ നിന്ന് പുറത്താക്കി. അവൾ കരഞ്ഞ് തെരുവിലൂടെ നടന്നു പോകുമ്പോൾ അവളുടെ അതേപോലെ സങ്കടമുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടു. സംഭവം എന്താണെന്ന് വെച്ചാൽ അവനും അവളുടെ അതുപോലെയുള്ള പ്രശ്നമുണ്ട്. പക്ഷെ തീയല്ല, തീയെ ആളി കത്തിക്കുന്ന പെട്രോൾ പോലെയുള്ള ഓയിലാണ് അവന്റെ ദേഹത്തുണ്ടാകുന്നത്. അവനൊന്ന് ഊതിയാൽ ഓയിൽ സ്പ്രേ ചെയ്യും, കരഞ്ഞാലോ ഓയിൽ കണ്ണീര്, വിയർത്താലോ ഓയിൽ വിയർപ്പ്. അവന്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ അവന്റെ ബർത്ത്ഡേക്ക് കാൻഡിൽസ് ഊതാനുള്ള ഭാഗ്യം ഇതുവരെ അവൻ ഉണ്ടായിട്ടില്ല. ഫോണിലൂടെയൊക്കെ കണ്ട് അവന്റെ ആഗ്രഹം അങ്ങ് തീർക്കും. ഒരിക്കൽ അവനെ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുമ്പോൾ അവിടെ കുറച്ച് പേര് ബർത്ത്ഡേ ആഘോഷിക്കുകയായിരുന്നു. അവിടെ കത്തിക്കൊണ്ടിരുന്ന കാൻഡിൽസ് ഊതിക്കെടുത്താനുള്ള ആഗ്രഹം അടക്കി പിടിച്ചുകൊണ്ട് അവൻ അവിടെ ഇരിക്കുമ്പോൾ അവർ ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞതും അവൻ ആ കാൻഡിൽസ് പോയി ഒരൊറ്റ ഊതലങ്ങ് ഊതി. ഊതിയതേ ഉള്ളൂ, സംഭവം കിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണിന്റെ മുടി ഫുള്ള് കരിഞ്ഞുപോയി. അവരവനെ ഒരുപാട് ചീത്ത പറഞ്ഞു. അവൻ പുറത്ത് കരഞ്ഞിരിക്കുമ്പോഴാണ് രണ്ടുപേരും കണ്ടുമുട്ടുന്നത്. അവര് ധീരയിലെ പോലെ കൈ കൊടുക്കാനായി പോയി. പക്ഷെ അപ്പോഴേക്കും ദൈവം പ്രത്യക്ഷപ്പെട്ട് അരുത് അബു എന്ന് പറഞ്ഞ് നശിപ്പിച്ച്.